സ്പെഷ്യൽ ഡേ ആണ്. കാരണം 2025 ലാസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ദാറ്റ് ഹാപ്പൻഡ്. എല്ലാം നടന്നത് നല്ലതിനാന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതെങ്ങനത്തെ വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നടക്കേണ്ട പോലെ തന്നെയാണ് നടന്നത്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് വിഷമമായിട്ട് വരും, ചില കാര്യങ്ങൾ നല്ല സന്തോഷമായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് നടക്കേണ്ട പോലെ തന്നെയാണ് നടന്നത്. ഇടയ്ക്ക് നമുക്ക് തോന്നും അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ പല നല്ല കാര്യങ്ങളും പിന്നെ നടക്കാണ്ട് പോകും അല്ലേ? യു നോ വാട്ട് ഐ മീൻ. അപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ? അപ്പോൾ മനസ്സിലായി പറയണം. ഓക്കെ. അപ്പോൾ ലൈഫ് സിമ്പിളാണ്, അത് നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. പക്ഷെ ചില സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോവും. സ്റ്റിൽ അപ്പോൾ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി പറയുകയാണ്. എന്നെ സഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മമ്മിക്ക് എന്താ പറയാനുള്ളത്? നന്ദി. എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ആവും. അതെ. അപ്പോൾ എല്ലാ സങ്കടങ്ങളും മാറിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, നമ്മുടെ കൂടെയുള്ളവരെയും ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് ഹാപ്പിനെസ് കൊണ്ടെന്നറിയും. ഞാൻ എന്തൊരു പോയിന്റ് പറയാൻ വന്നല്ലോ. എല്ലാ കഷ്ടപ്പാടുകളും മാറിയിട്ട് അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളും മാറിയിട്ട് എൻജോയ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയമൊന്നുമില്ല അല്ലേ? വാട്ട് യു സേ? അങ്ങനെ സമയമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അത് വിജയകരമായിട്ട് കടന്നു പോകാൻ ശ്രമിക്കുക. അതൊരു പ്രോസസ്സാണ്, അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് മാത്രം കൺസിഡർ ചെയ്യുക. അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ സ്റ്റെപ്പ് നമ്മൾ കയറി അങ്ങനെ. അപ്പോൾ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൽ നല്ലതിനെ കൂടുതൽ എൻജോയ് ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് പോവാന്ന് വെച്ചു അല്ലേ? ഇറങ്ങി അതിനേക്കാളൊരു ഇമ്പോർട്ടൻറ്റ് അപ്പം അതിനൊരു പെർമിഷൻ തന്നപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെ കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളൊരു ഷോപ്പിങ്ങിനാണ് പോകുന്നത്. പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നല്ലത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടണം എന്നില്ല. പക്ഷെ എന്നാലും നോക്കാം, വല്ല നല്ലത് കിട്ടിയാൽ മാത്രം എടുക്കുക. അല്ലാണ്ട് ഷോപ്പിങ്ങിന് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ എല്ലാം വാങ്ങിക്കൊണ്ട് വരരുത് അല്ലേ? നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കണ്ടാ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പോയത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടത് കിട്ടാൻ പ്രാർത്ഥിക്കുക, നല്ലത് കിട്ടണേ ഒന്ന് പ്രാർത്ഥിക്കുക, പോവുക. ഇനി കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. ഓക്കെ, സീ യു. നല്ല ഇഷ്ടം. ഇങ്ങനെ ഫുൾ വൈഡായിട്ട്
ആ അപ്പം നമ്മളുള്ളത് അലങ്കാർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഒരു ക്വാർട്ടർ മന്തി, ഒരു സമ്മർ സാലഡും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനി അത് വരുമ്പോൾ കാണാം. അതുവരെ വെയിറ്റ് ചെയ്യും. ഇവിടെ അതൊരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പരിചയക്കാരെ മൊത്തം ഇവിടെ തന്നെ കാണുന്നുണ്ട്. മതി. എനിക്കിപ്പോൾ പണ്ടത്തെ അത്ര പറയാനുള്ള സ്കില്ലില്ല. സ്കില്ല് പോയി. ചില സമയത്ത് വിശന്നതിന് എൻ്റെ സ്കില്ല് പോകുന്നു തോന്നുന്നു. എൻ്റെ എല്ലാ ഫോട്ടോയിലും ബാഗിൻ്റെ സിപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു അവനെന്നെ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവനെന്നെ കണ്ടിട്ടില്ല. കാണുന്നവരെ അവനോട് സന്തോഷമായിരുന്നോട്ടെ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് സന്തോഷം പോയാൽ. എല്ലാ സ്റ്റുഡൻസിനെയും, എല്ലാ സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും എല്ലാവരും കാണുന്ന സ്ഥലമാണ് നമ്മൾ എങ്ങനെയും ഷോപ്പിങ്ങിന് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു മീറ്റപ്പ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങളെയും ഞാൻ എപ്പോഴെങ്കിലും കണ്ടുവന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കാണാനും വന്നൊരു ഹായ് പറയാം. ആരോ അന്ന് തന്നെ പുത്തമ്പള്ളി വെച്ച് കണ്ടു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷെ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ നേരിട്ട് വന്ന് മിണ്ടണം, എന്നാലേ എനിക്കറിയുള്ളൂ.